വാ പാർവതി. സാർ സാർ വേണ്ട സാർ. വാ സാർ. വരൂ. സാർ ഇവിടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരില്ല. എന്തിനാ സാർ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അവിടെ എല്ലാരും സാറിനെ തെരഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. നമുക്ക് തിരിച്ചു പോവാം സാർ. എനിക്ക് തിരിച്ചു പോവാൻ ഒരു ധൃതിയില്ല. അവിടെ ഉള്ളവരെല്ലാം കാത്തു നിൽക്കട്ടെ. ഒരുപാട് നാളായി പാർവതിയോട് ഒരു കാര്യം പറയണമെന്ന് കരുതിയിട്ട്. പക്ഷേ എപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ട് അത് പറ്റാതെ പോവും. ഇന്ന് എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാർ. ഞാൻ ഇങ്ങോട്ട് പോവാനാ. ആദ്യം നമുക്ക് പോയി പിറന്നാൾ ആഘോഷിക്കാം. എല്ലാരും പോയതിനു ശേഷം ഞാൻ കാത്തു നിൽക്കാം. കാര്യം എന്താന്ന് അപ്പൊ പറഞ്ഞാ മതി. PKR സാറും സീതാമ്മയുടെ അടക്കം എത്രയോ വലിയ ആൾക്കാര് സാറിനെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരോടെല്ലാം സംസാരിക്കാനുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിപ്പോ പാർവതിയോട് പറയാനുള്ളത്. പാർവതിയോട് ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിറന്നാള് ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച. പാർവതിക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ ഉള്ളൂ. ഇത്രയും നല്ലൊരു മനുഷ്യനെ. ഏയ് നിർത്ത്. എല്ലാവരും എന്നെ കുറിച്ച് ചിന്തിക്കുന്നതല്ല എനിക്കറിയേണ്ടത്. ഞാൻ നല്ലവനാണോ മോശക്കാരനാണോ, പാർവതിയെ സഹായിച്ചിട്ടുണ്ടോ എന്നൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. പാർവതിക്ക് പേഴ്സണലായി എന്നെ കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളതെന്നാ ഞാൻ ചോദിച്ചത്. അത് പാർവതിയോട് ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക? എന്റെ ഒരു സ്റ്റാഫായിട്ട് ചിന്തിക്കാതെ വെറും ഒരു പെൺകുട്ടിയായിട്ട് ചിന്തിച്ച് പറ. എന്നെ പാർവതിക്ക് ഇഷ്ടമാണോ? എവിടെ പോയി? എന്താടാ? ഇല്ലടാ, പാറു ഇവിടെ എങ്ങുമില്ല. ഞാൻ മുകളിൽ മുഴുവനും നോക്കി, അവര് രണ്ടുപേരെയും കാണുന്നില്ല. നീ പാറുവിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയേ. പാർവതി എന്നെ ബോസായി കാണരുത്. അകത്തുനിന്ന് വിളിക്കുന്നുണ്ട് സാർ. സാർ എവിടെയാണെന്ന് അറിയാനായിരിക്കും. നമുക്ക് പോവാം സാർ. ആരാ വിളിക്കുന്നത്? പ്രിയനല്ലേ? പ്രിയൻ ഇവിടെ നടക്കുന്ന എന്താണെന്ന് നന്നായിട്ടറിയാം. പാർവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പ്രിയനെ ഏൽപ്പിച്ചിരുന്നു. പാർവതി എവിടെയാണെന്ന് അറിയാൻ വിളിക്കുന്നതായിരിക്കും. കുറച്ചു നേരത്തേക്ക് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. പ്രിയനോട് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തു പറ്റി? അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട. പാർവതി പറയേ, എന്നെ കുറിച്ചുള്ള പാർവതിയുടെ അഭിപ്രായം എന്താ? സാറ് എന്തർത്ഥത്തിലാണിത് ചോദിക്കുന്നതെങ്കിലും എനിക്ക് ഒരേ ഒരു ഉത്തരവ് തരാനുള്ളൂ. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ സിറ്റിയിലെത്തി എനിക്ക് ഇവിടെയും ഒരുപാട് ബന്ധുക്കളെ കിട്ടി. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സാർ. അതല്ല പാർവതി, ബാക്കിയുള്ളവരുടെ കൂടെ എന്നെ കൂട്ടരുത്. എന്നെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പാർവതിക്ക് ഒരു ബന്ധുവാണെന്ന് പാർവതി പറഞ്ഞില്ലേ? ഈ ബന്ധം ജീവിതകാലം മുഴുവൻ പാർവതിയുടെ കൂടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? സാറ് മാത്രല്ല, എല്ലാവരും എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. ഇതന്നെയാണ് പ്രശ്നം. പാർവതി എന്നെ തന്റെ ഹോസ്റ്റലിലെയും കമ്പനിയിലെയും കൂട്ടുകാരെ പോലെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പാർവതിയെ കാണുന്നത് വളരെ സ്പെഷ്യലായിട്ടാണ്. പാർവതിയെ നാട്ടിൽ വെച്ച് കണ്ട നിമിഷം മുതൽ പാർവതിക്ക് എന്റെ മനസ്സിൽ സ്പെഷ്യലായ ഒരു സ്ഥാനം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. പാർവതി എന്നും കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ. പാർവതിയുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി പരിഹരിച്ച് പാർവതിയെ ഹാപ്പിയാക്കി വെക്കണമെന്നാ എന്റെ ആഗ്രഹം. സാറെന്തിനാ ഇത്രയൊക്കെ ചിന്തിക്കുന്നേ? എനിക്ക് കമ്പനി ശമ്പളം തരുന്നുണ്ട്.
സാറ് ബഹുമാനവും തരുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല പാർവതി. കാരണം പാർവതി എനിക്ക് ബാക്കിയുള്ള സ്റ്റാഫിനെ പോലെ അല്ല. ഇത്രയും കാലമായിട്ട് അതെന്താ പാർവതിക്ക് മനസ്സിലാവാത്തത്? പാർവതി എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയതും ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ എന്നെ പരിചരിച്ചതും എല്ലാം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി.